എൻ്റെ കേസിലെന്ന് പറഞ്ഞാൽ കുറച്ച് ഇഷ്യൂസ് നടന്നിട്ടുണ്ടായിരുന്നു എക്സാം സെന്ററിൽ. ഇത്തിരി ബയോമെട്രിക്സിന് അവിടെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. എക്സാം സെന്ററിൽ വെച്ച് ഇത്തിരി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ബയോമെട്രിക്സ് എടുത്തിട്ടില്ലല്ലോ, ഇനി നീറ്റ് പരീക്ഷ എഴുതാൻ പറ്റില്ല. ബയോമെട്രിക്സ് എടുത്തിട്ടില്ലെങ്കിൽ നീറ്റ് പരീക്ഷ എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ പുറത്താക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ഇഷ്യൂ ഫേസ് ചെയ്തേച്ച് എക്സാം എഴുതിയ ആള് ഇങ്ങനൊരു റാങ്ക്, അതും എന്താ പറയുക, ഓൾ ഇന്ത്യ റാങ്ക്, ഇത്രയും നല്ലൊരു റാങ്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി വെരി ബിഗ് തിങ്. ബ്രില്യൻറ്റിൻ്റെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ബുക്ക് കിട്ടും. അത് എടുത്ത് അതിൻ്റെ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യണം. അതിൻ്റെ ബയോളജിയിലത്തെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണം. നല്ല ക്വസ്റ്റ്യൻസ്. ഐ തിങ്ക് ഒരു ഗൈഡിലും ഇത്രയും നല്ല ക്വസ്റ്റ്യൻസ് കിട്ടില്ല. നീറ്റ് ഐ ഫീൽ ലൈക്ക് ബ്രില്യൻറ്റിൽ എക്സാം എഴുതുമ്പോൾ ഇറ്റ് ഫെൽറ്റ് മോർ ലൈക്ക് നീറ്റ് ദൻ ദി ആക്ച്വൽ നീറ്റ് എക്സാം. മോള് പറഞ്ഞു എൻ്റെ ഒരു വീക്കസ്റ്റ് സബ്ജക്റ്റും കൂടെ ആയിരുന്നു, പക്ഷെ ആ വീക്കസ്റ്റ് സബ്ജക്റ്റിലാണ് ടോപ്പ് കിട്ടിയത് അല്ലേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബ്രില്യൻറ്റിൽ കൊണ്ട് ഏൽപ്പിച്ചു. അത് വളരെ നല്ലൊരു തീരുമാനമായി അതിൻ്റെ ഔട്ട്കം വരികയും ചെയ്തു. ആക്ച്വലി ഞാൻ ഇത് ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ദൈവമേ ഇത് നീറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റുമോ, തവണ സീറ്റ് കിട്ടുമെന്നൊക്കെ ആയിരുന്നു. ശരിക്കും ബയോളജിനെ ലൈറ്റായിട്ട് എടുക്കല്ലേ. ഫിസിക്സ് ഇത്തവണ ഡിഫിക്കൽട്ടാന്ന് പറഞ്ഞിട്ട് ഫുൾ ടൈം നമ്മൾ ഫിസിക്സ് പഠിക്കാൻ വെക്കരുത്. എപ്പോഴും നമ്മൾ ബയോളജിക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. എല്ലാവർക്കും നമസ്കാരം. സോ ഇന്ന് നമ്മോടൊപ്പം ഇവിടെ ഒരു ഫാമിലിയാണ് ജോയിൻ ചെയ്യുന്നത്. സോ നമ്മോടൊപ്പം ഉള്ളത് നന്ദിത MS ആൻഡ് നന്ദിതയുടെ പാരൻസ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്. സോ നന്ദിതയ്ക്ക് കഴിഞ്ഞ 2025 നീറ്റ് എൻട്രൻസ് എക്സാമിൽ ഓൾ ഇന്ത്യ റാങ്ക് 1197 കരസ്ഥമാക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ നീറ്റ് സ്കോർ 602 അല്ലേ? യെസ്. അപ്പോൾ വലിയൊരു റാങ്ക് നേടിയിട്ട് ആളിതാ നമ്മുടെ ബ്രില്യൻറ്റിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ് മോളെ. അപ്പോൾ മോൾക്ക് ഇതാ ഇത്രയും വലിയൊരു റാങ്ക് കിട്ടിയിരിക്കുകയാണ്, 1197, വിച്ച് ഇസ് എ ബിഗ് റാങ്ക്. നമുക്കറിയാം ഈ ഒരു എക്സാമിന് ഈ ഒരു റാങ്കും ഈ ഒരു നല്ല സ്കോറും 600-ന് മേൽ, അതും ഈ കഴിഞ്ഞ എക്സാം എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിളായിട്ടുള്ള എക്സാം ആയിരുന്നില്ല, വെരി ടഫ്. അതും എനിക്ക് തോന്നുന്നു നീറ്റിൻ്റെ തന്നെ ചരിത്രത്തിൽ ഏറ്റവും ടഫസ്റ്റ് എക്സാം ആയിരുന്നു 2025 നീറ്റ് എൻട്രൻസ് എക്സാം എന്ന് പറയുന്നത്. ആ എൻട്രൻസ് എക്സാമിൽ 602 മാർക്ക് മേടിക്കുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ടൊരു സന്തോഷവും അതുപോലെ തന്നെ അത്ഭുതവും തോന്നുന്ന ഒന്നാണ്. മോളെ കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗെയിൻ. സോ മോളെക്കുറിച്ച് ഒന്നുകൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? ഹലോ, എൻ്റെ പേര് നന്ദിത എന്നാണ്. ഞാൻ ബ്രില്യൻറ്റിലെ 2025 റിപ്പീറ്റേഴ്സ് ബാച്ചിലാണ് പഠിച്ചത്. എനിക്ക് ഇത്തവണ മിസ് പറഞ്ഞ പോലെ മാർക്ക് 602 ഉണ്ട് വിത്ത് ഓൾ ഇന്ത്യ റാങ്ക് ഓഫ് 1197. ഇങ്ങനെ. ഇത് എൻ്റെ അമ്മയാണ് സുജ, ഇത് എൻ്റെ അച്ഛൻ മനോജ്. യെസ്. മോളെ അച്ഛനും അമ്മ എന്താ ചെയ്യുന്നത്? എൻ്റെ അച്ഛൻ എഞ്ചിനീയറാണ്, പിന്നെ എൻ്റെ അമ്മ ഹൗസ് വൈഫാണ്. യെസ്, സോഫ്റ്റ്വെയർ ആയിരുന്നു. എന്നിട്ട് മോളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ഒക്കെ ആയിട്ട് മോളുടെ എന്താ പറയുക ജീവിതത്തിലെ കാര്യമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം കൂടെ അമ്മയും അച്ഛനും സപ്പോർട്ടായിട്ട്. യെസ്, അതാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കാനും കാരണം. രണ്ടുപേരും അച്ഛൻ്റെ അമ്മയുടെ ഒരു സപ്പോർട്ടോടു കൂടി തന്നെ ഇവിടെ എത്തിയതിൻ്റെ അതാണ് പ്രൗഡായിട്ടുള്ള ഒരു പാരൻസ് ഇവിടെ വന്നിരിക്കുന്നതും. യെസ്. അപ്പോൾ മോളെ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഫസ്റ്റ് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം? മോളുടെ ഫസ്റ്റ് ഫീലിങ്സ് എന്തായിരുന്നു? ഇത്ര ഈ ഒരു റാങ്കും ഈ ഒരു സ്കോറും 602 കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു മോള്? ഒരു പ്രതീക്ഷിച്ചിരുന്നതായിരുന്നോ ഈ സ്കോർ? എങ്ങനെയായിരുന്നു? ആക്ച്വലി ഞാൻ ഇത് ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ദൈവമേ ഇത് നീറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റുമോ, തവണ സീറ്റ് കിട്ടുമെന്നൊക്കെ ആയിരുന്നു. പിന്നെ റിസൾട്ട് വന്നപ്പോൾ ശരിക്കും നല്ല സന്തോഷം ഉണ്ടായിരുന്നു. ഇതൊന്നും ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും ഇത്തവണ ഗവൺമെന്റ് സീറ്റ് കിട്ടുമോ എന്ന് തന്നെയായിരുന്നു എൻ്റെ. അതെ, ഇത്തവണത്തെ എക്സാം മോള് പറഞ്ഞതുപോലെ ഭയങ്കര നിർണായകമായ ഒരു എക്സാം തന്നെയായിരുന്നു. കഴിഞ്ഞ 2024 എക്സാം പറയുകയാണെങ്കിൽ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടി നമ്മുടെ ആ ഒരു എക്സാം സെൻറ്ററിൽ നിന്ന് ഇറങ്ങി വന്നിരുന്ന സീനായിരുന്നെങ്കിൽ, പക്ഷേ 2025 എക്സാം വന്നപ്പം എക്സാം സെൻറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന വിദ്യാർത്ഥികളെ കാണുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ടും അവരുടെ ഒരു വിഷമമൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും അവർ ഫേസ് ചെയ്ത ആ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഭയങ്കര ഒരു വലുത് തന്നെയായിരുന്നു. അപ്പം മോൾക്ക് ആ ഒരു എക്സാം കഴിഞ്ഞ് തിരിച്ചിറങ്ങി വന്നപ്പോഴത്തെ ഒരു ഫീലിങ്സും എന്തായിരുന്നു? ആ ഒരു എക്സാം സെൻറ്ററിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴും എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷൻ? എൻ്റെ കേസിലെന്ന് പറഞ്ഞാൽ കുറച്ച് ഇഷ്യൂസ് നടന്നിട്ടുണ്ടായിരുന്നു എക്സാം സെന്ററിൽ. എക്സാം ഫസ്റ്റ് ഓഫ് ഓൾ എക്സാം കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു, പക്ഷെ അതല്ലാണ്ട് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഞാൻ കയറി വന്ന സമയത്ത് ഇത്തിരി ബയോമെട്രിക്സിന് അവിടെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. എക്സാം സെന്ററിൽ വെച്ച് ഇത്തിരി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എൻ്റെ ബയോമെട്രിക്സ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. 2 മണിക്കൂർ ക്യൂവിൽ നിന്നു, അവസാനം ഇരിപ്പായി. ബട്ട് അങ്ങനെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എന്നിട്ട്
ഞാൻ ഒരു 1:30 ആയപ്പോൾ ക്ലാസ്സിൽ കയറി. ക്ലാസ്സിൽ കയറിയപ്പോൾ അവിടുത്തെ ടീച്ചർ ഇൻവിജിലേറ്ററിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബയോമെട്രിക്സ് എടുത്തിട്ടില്ലല്ലോ, ഇനിയും നീറ്റ് പരീക്ഷ എഴുതാൻ പറ്റില്ല, ബയോമെട്രിക്സ് എടുത്തിട്ടില്ലെങ്കിൽ നീറ്റ് പരീക്ഷ എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ പുറത്താക്കുകയും ചെയ്തു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും തിരിച്ചു വന്നു. നീറ്റ് എക്സാം ഞാൻ എഴുതി. 2 മണിക്ക് 2:05 കുറച്ച് ലേറ്റ് ആയിട്ട് പേപ്പർ കിട്ടി. കുറച്ച് ടൈം അവിടെ പോയി. എന്നിട്ടും ബട്ട് I felt like it's important to be mentally strong because ആ സമയത്ത് if I had given up ഒരിക്കലും ഈ ഒരു മാർക്ക് അല്ലെങ്കിൽ ഈ ഒരു റാങ്ക് എനിക്ക് കിട്ടില്ലായിരുന്നു. യെസ്, ഞാൻ അതായത് അങ്ങനെ ഒരു ഇഷ്യൂ ഫേസ് ചെയ്തേച്ച് എക്സാം എഴുതിയ ആള് ഇങ്ങനൊരു റാങ്ക്, അതും എന്താ പറയുക, ഓൾ ഇന്ത്യ റാങ്ക്, ഇത്രയും നല്ലൊരു റാങ്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി വെരി ബിഗ് തിങ്. അത് മോളെ കൺഗ്രാജുലേറ്റ് ചെയ്യാതെ പറ്റില്ല. കാര്യം അങ്ങനെ ഒരു ഇഷ്യൂ അവിടെ വെച്ച് ഫേസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇത്രയും വലിയൊരു എക്സാം ആണ് അല്ലേ, നീറ്റ് എക്സാം ഫേസ് ചെയ്യാൻ പോകുമ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ചെറിയ ഇഷ്യൂ ഉണ്ടെങ്കിൽ തകരുന്ന കുട്ടികളാണ് എനിക്ക് തോന്നുന്നു കൂടുതലും. കാര്യം ഇത്രയും പഠിച്ച് അല്ലെങ്കിൽ അവരുടെ ആ ഒരു കൊല്ലം അല്ലെങ്കിൽ ഇത്രയും നാൾ അവർ കാത്തിരുന്നൊരു എക്സാമിനെ ഫേസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഇഷ്യൂ വരുമ്പോൾ സ്വാഭാവികമായിട്ടും തകർന്നു പോകും. പക്ഷെ മോൾ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്തു ആ ഒരു നിമിഷം? അത് ഐ ഫീൽ ലൈക്ക് ഞാൻ ആ സമയത്ത് കയറി വന്നപ്പോൾ എനിക്കറിയായിരുന്നു എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റില്ല എന്ന്. പിന്നെ എപ്പോഴും ഇവിടുത്തെ ഡയറക്ടേഴ്സ് ആണെങ്കിലും കോർഡിനേറ്റേഴ്സ് ആണെങ്കിലും എപ്പോഴും പറയുമായിരുന്നു, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിലും നമ്മുടെ പേപ്പർ എന്തായാലും ഇവാലുവേറ്റ് എന്തായാലും ചെയ്യും. അവർ പറയുന്ന വാക്കുകളിൽ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും പറയുന്നതിൽ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ പോയാലും ഞാൻ ഇവിടെ എക്സാം എഴുതിയിരിക്കും എന്ന് തന്നെയായിരുന്നു. ഇൻ ബിറ്റ്വീനും ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും അത് മാക്സിമം ഞാൻ ഐ ട്രൈ ടു മാനേജ്. അത് ട്രൈ ടു മാനേജ് അല്ല, ഐ മസ്റ്റ് സേ യു ആർ എ ബ്രേവ് ഗേൾ. എനിക്ക് അത്രേ പറയാനുള്ള കാര്യം. ആ ഒരു സമയത്ത് അടിപതരാതെ നമ്മുടെ മനസ്സിനെ കറക്റ്റായിട്ട് വെച്ച് അറ്റ് ദ സെയിം ടൈം അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ അത് അവിടെ വെക്കുകയും വേണം. ആ ഒരു സെയിം വേയിൽ തന്നെ നമ്മൾ ആ ഒരു ഇഷ്യൂവും അറ്റ് ദ സെയിം ടൈം മാറ്റിയിട്ട് മുന്നോട്ട് പോകണം, എക്സാം എഴുതണം എന്നുള്ളത്. അത് മോൾ കാണിച്ച അവിടെ ചെയ്ത ആ ഒരു കാര്യങ്ങളും അതുപോലെ തന്നെ അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് ക്ഷമയോടെ കാത്തിരുന്ന് അതൊക്കെ ചെയ്തതിന് ബിഗ് സല്യൂട്ട്. ഒന്നും പറയാനില്ല. അതിൻ്റെ കൂടെയാണ് 602 കൂടെ മാർക്ക് മേടിച്ചത്. യെസ്, അപ്പം ഇത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നിങ്ങൾ കാണുന്ന വിദ്യാർത്ഥികൾ ഇത് ഇൻസ്പയർ ചെയ്യേണ്ട തന്നെയാണ്. കാര്യം നിങ്ങൾ ഒരുപാട് സിറ്റുവേഷനിലൂടെ കടന്നു പോകാം ഈ ഒരു ജേർണിയിൽ. അപ്പം മോള് പറഞ്ഞതുപോലെ എന്തും സംഭവിക്കാം എക്സാം ഹാളിലും, അതിന് മുന്നേയും അതിന് ശേഷവും ഒക്കെ. പക്ഷേ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നിങ്ങളത് സ്ട്രോങ് ആയിട്ട് നിൽക്കുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ മോളെ, അപ്പോൾ അത് കഴിഞ്ഞിച്ചതാ നല്ല കാലം വന്നു, ഇനിയിപ്പോൾ വേറെ നമ്മൾ ചിന്തിക്കാനില്ല, കഴിഞ്ഞു. മോൾ അതിനെക്കുറിച്ച് അത് NTA അറിയിക്കുകയോ അങ്ങനെ എന്തെങ്കിലും അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഞാൻ NTA ആക്ച്വലി ഒരു ഇമെയിലായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. NTA അതിന് റിപ്ലൈയും തന്നിട്ടുണ്ട്. യെസ്, വെരി ഗുഡ്. അപ്പം അങ്ങനൊരു അത് NTA ശ്രദ്ധയിൽ പെട്ടു എന്നുള്ളതും നല്ല കാര്യമാണ്. ഓക്കെ മോളെ, അപ്പം മോളുടെ ഈ ഒരു 602 എന്ന് പറയുന്ന ഒരു മാർക്കിലേക്ക് എത്തിയതിൽ മോൾക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള പ്രിപ്പറേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? എങ്ങനെയായിരുന്നു മോളുടെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഒക്കെ എങ്ങനെയായിരുന്നു? സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് ഭയങ്കര ഒരു അൺഎക്സ്പെക്റ്റഡ് എക്സാം എന്ന് തന്നെ പറയാൻ പറ്റും. നമ്മളെല്ലാവരും പ്രിപ്പയർ ചെയ്തത് ഒരു ഈസി ടു മോഡറേറ്റ് ടൈപ്പ് പേപ്പറിനാണ് പ്രിപ്പയർ ചെയ്തത്. സഡൻലി ഇത്രയും ഡിഫിക്കൽട്ടായ ഒരു പേപ്പർ വന്നു. സോ ഐ ഫീൽ ലൈക്ക് ഞാൻ ആക്ച്വലി ഫിസിക്സിന്റെ കേസ് പറയുവാണെങ്കിൽ ടീച്ചേഴ്സ് പറയാറുണ്ടായിരുന്നു ക്ലാസ്സിൽ എടുക്കുന്ന ടോപ്പിക് അനുസരിച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഞാൻ ആ സമയത്ത് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ വർക്ക് ബുക്ക് ആദ്യം ചെയ്യുന്നതിന് പകരം ബ്രില്യൻറ്റിൻ്റെ ബുക്കാണ് വർക്ക് ബുക്ക്. അത് ചെയ്യുന്നതിന് മുമ്പ് A to Z സെങ്കേജിൻ്റെ A to Z എന്ന് പറഞ്ഞ ബുക്ക് ഉണ്ടായിരുന്നു. അതിൽ ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ ഒരു 30 to 40 ക്വസ്റ്റ്യൻസ് എന്തായാലും കാണും. അപ്പോൾ അന്നന്ന് എടുക്കുന്ന സാധനം ആ ഒരു 30 to 40 ക്വസ്റ്റ്യൻസ് എന്തായാലും നല്ല സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യൻ, ഐ തിങ്ക് JEE ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ആ ബുക്കിൽ ഉണ്ടായിരുന്നത്. പിന്നെ അത് ചെയ്തിട്ട് പിന്നെ വീക്ക്ലി എക്സാംസിന് മുമ്പ് വർക്ക് ബുക്ക് ചെയ്യണം. പിന്നെ ലാസ്റ്റ് 2 months ഞാൻ JEEയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ ഫീൽ ലൈക്ക് അതും ശരിക്കും നമ്മുടെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യും. JEE എഴുതുമ്പോഴും JEEയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും നമുക്ക് കുറച്ചുകൂടി ഒരു ഗ്രിപ്പ് കിട്ടും സബ്ജക്റ്റിൽ. JEEയുടെ എക്സാം എന്ന് പറയുമ്പോൾ ഫിസിക്സ് കെമിസ്ട്രി അല്ലെങ്കിൽ ഫിസിക്സ് സബ്ജക്റ്റിലേക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് ചെന്ന് പഠിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട ഒരു എക്സാം കൂടിയാണ്. അപ്പോൾ അതും കൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു നീറ്റിന്റെ അത് എല്ലാ ലെവലിലും ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആകും അല്ലേ? പക്ഷേ ഇത്തവണത്തെ നീറ്റ് ആക്ച്വലി ഇറ്റ് വാസ് മച്ച് ഹാർഡർ ദാൻ JEE എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം JEE ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു ഈ വർഷം. അതിലെനിക്ക് ഫിസിക്സിന് 99% ഉണ്ടായിരുന്നു സ്കോർ. അതിലാകെ 2 ക്വസ്റ്റ്യൻസ് എനിക്ക് തെറ്റിയിട്ടുള്ളൂ. ഐ തിങ്ക് ദോസ് വർ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഓൾസോ. ബട്ട് JEEയുടെ ഫിസിക്സ് ക്വസ്റ്റ്യൻസ് വർ മച്ച് ഈസിയർ ദാൻ നീറ്റ് ക്വസ്റ്റ്യൻസ്. ഈവൻ ഐ തിങ്ക് ബ്രില്യൻറ്റിൽ ഇടുന്ന ക്വസ്റ്റ്യൻസിനെക്കാട്ടിലും എളുപ്പമായിരുന്നു JEEയുടെ ക്വസ്റ്റ്യൻസ്.
ബട്ട് എനിവേ ഇറ്റ്സ് എ ഗുഡ് പ്രാക്ടീസ്. ഓക്കെ. അപ്പം മോളിപ്പോൾ ഈ എക്സാം സ്റ്റാർട്ട് ചെയ്തപ്പം ഏത് സബ്ജക്റ്റ് ചെയ്യുന്നത്? കാര്യം ഇങ്ങനെ ഒരു ചെറിയൊരു ഡിഫിക്കൽട്ടി കഴിഞ്ഞിട്ട് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് റിലാക്സ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ ഒന്ന് തുടങ്ങിയത്. അപ്പോൾ ഏത് സബ്ജക്റ്റിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്? അപ്പം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നോക്കുമ്പോൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ക്വസ്റ്റ്യൻ്റെ ലെവൽ കണ്ടപ്പോൾ മോൾക്ക് അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ മനസ്സിലായോ ഇത് നമ്മൾ തവണത്തെ ഉദ്ദേശിച്ച പോലെ അല്ല എന്നുള്ളത് മനസ്സിലായോ? ഏകദേശം ഞാൻ പേപ്പർ ആദ്യം ഒന്ന് ഫ്ലിപ്പ് ചെയ്തു, എല്ലാ ക്വസ്റ്റ്യൻസ് ഉണ്ടോന്ന് ആദ്യം നോക്കണമല്ലോ. ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വല്ല മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഇത്രയും ടെൻഷനിലാണ്, അപ്പൊ എങ്ങാനും അതും കൂടി ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ത്രൂ ചെയ്ത് നോക്കി. ഫ്ലിപ്പ് ത്രൂ ചെയ്തപ്പോൾ തന്നെ മനസ്സിലായി, ലെങ്തി ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കുറച്ച് കട്ടിയായിരിക്കും. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഞാൻ ബയോളജി വെച്ച് തുടങ്ങുള്ളൂ എന്ന് തന്നെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. കുറെ ഞാൻ ആദ്യം ബയോളജി ചെയ്തപ്പോൾ ഞാൻ യൂഷ്വലി ബയോളജി ഭയങ്കര സ്പീഡിൽ തീർക്കും. ഒരു 20 മിനിറ്റ്സിലൊക്കെ ഞാൻ ഫുൾ പേപ്പർ തീർക്കാറുണ്ട് ബയോളജി. ബട്ട് നീറ്റിന് വന്നപ്പോൾ ഐ തിങ്ക് ഐ ടുക്ക് 45 to 50 minutes ടു ഫിനിഷ് ബയോളജി ഇറ്റ്സെൽഫ്. അപ്പം അങ്ങനെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ബയോളജി കുറെ നേരം ആയല്ലോ, ഫിസിക്സ് കെമിസ്ട്രിയും കിടപ്പുണ്ട്, എന്നാലും കുഴപ്പമില്ല, ഞാൻ ഇത് തീർത്തിട്ടേ ചെയ്യുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഐ തിങ്ക് എൻ്റെ ബെസ്റ്റ് സ്കോറും ബയോളജിയിൽ തന്നെ എത്താൻ. പെർസെൻറ്റൈൽ വൈസ് നോക്കുവാണെങ്കിൽ 99.99% ഉണ്ട് ബയോളജിക്ക് മാത്രം. ബയോളജിക്ക്. സോ ഐ ഫീൽ ലൈക്ക് എപ്പോഴും ബയോളജി വെച്ച് തുടങ്ങണം എന്ന് എനിക്ക് പറയാനുള്ളൂ. എൻ്റെ ക്ലാസ് ടീച്ചർ ആക്ച്വലി ബയോളജി വാസ് മൈ വീക്കസ്റ്റ് സബ്ജക്ട്. അത് എൻ്റെ ക്ലാസ് ടീച്ചറാണ് അരുൺ സാർ, അരുൺ PM സാർ അത് ഐഡന്റിഫൈ ചെയ്തു. എന്നിട്ട് സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരിക്കലും ബയോളജിനെ നമ്മൾ ലൈറ്റ് ആയിട്ട് എടുത്തിട്ട് 20 മിനിറ്റ്സിലോ 15 മിനിറ്റ്സിലോ ചെയ്യരുത്. ബയോളജി എപ്പോഴും നല്ല കെയർഫുൾ ആയിട്ട് ചെയ്യണം. പിന്നെ NCERT നല്ലോണം വായിക്കണം. ആൻഡ് സാർ എന്നെ ഒരു ബുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാസ്റ്റർ ദി NCERT എന്ന് പറഞ്ഞിട്ട്. ആ ബുക്കും ചെയ്തു, നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. ശരിക്കും സാറിന് ശരിക്കും ഒരു താങ്ക്സ്. അപ്പോൾ മോളുടെ ഈ ഒരു ജേർണിയിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ ബ്രില്യന്റിലും അതുപോലെ തന്നെ ഒരു മെന്റർ ഒരുപാട് വലിയ റോള് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ബയോളജി വെച്ച് തുടങ്ങി. അങ്ങനെ പിന്നെ നെക്സ്റ്റ് കെമിസ്ട്രിയിലോട്ട്. കെമിസ്ട്രി ഞാൻ കുറച്ച് ധൃതിയിലാണ് ചെയ്തത്. പക്ഷെ അതങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് സമയം കിട്ടില്ലായിരുന്നു ഫിസിക്സ് ചെയ്യാൻ. അപ്പൊ ഞാൻ കുറച്ച് ധൃതിയിലായിപ്പോയി. എനിക്ക് തോന്നുന്നു അത് കാരണം തന്നെ എനിക്ക് അത്രയും ഫോക്കസ് ചെയ്ത് ചെയ്യാൻ ഐ ഡോണ്ട് നോ. ബട്ട് കെമിസ്ട്രിയിൽ എനിക്ക് കുറെ നെഗറ്റീവ് പറ്റിയിട്ടുണ്ടായിരുന്നു. പെർസെൻറ്റൈൽ വൈസ് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും കുറവ് പെർസെൻറ്റൈൽ കെമിസ്ട്രിനാണ്. 99.5% ഉള്ളൂ കെമിസ്ട്രിക്ക്. അത് കഴിഞ്ഞിട്ടാണ് ഫിസിക്സ് ചെയ്തത്. ഫിസിക്സ് ചെയ്തപ്പോഴത്തേക്കെല്ലാം ബബിൾ ചെയ്തു കേട്ടോ. അപ്പൊ തന്നെ ബബിൾ ചെയ്തു, കല അവസാനം സമയം കിട്ടില്ല. ഫിസിക്സ് ചെയ്ത സമയത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി കിട്ടുന്നില്ല, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കി സെക്കൻഡ് ക്വസ്റ്റ്യൻ കിട്ടി, തേർഡ് ക്വസ്റ്റ്യൻ കിട്ടുന്നില്ല, ഫോർത്ത് ക്വസ്റ്റ്യൻ കിട്ടുന്നില്ല. അങ്ങനെ വന്നപ്പോ ഓക്കെ അത് വേണ്ട, ബാക്കിൽ നിന്ന് തുടങ്ങാം. ബാക്കിലത്തെ ക്വസ്റ്റ്യൻ കിട്ടുന്നില്ല. അപ്പൊ എന്നാ ഒരു പണിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഓർഡർ ഒന്നും നോക്കിയില്ല, കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പോവുമായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പൊ ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് ഫെമിലിയർ അല്ല എന്നുള്ളത് തോന്നല്ല, ചെയ്ത് വന്നപ്പോഴത്തേക്കും ലെങ്ത് ചെയ്യാൻ കിട്ടുന്ന ആ ഒരു പ്രോബ്ലം. ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ഓൺ ദി സ്പോട്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനോട് പോകുമായിരുന്നു. ബിക്കോസ് ടൈം വേസ്റ്റ് ചെയ്യാനില്ല. അവിടെ നമുക്ക് അറിയാവുന്ന ഏറ്റവും സ്ട്രോങ് ആയ സാധനം ആദ്യം ചെയ്തിട്ട് സാൽവേജ് വിത്ത് വാട്ട് യു ഹാവ്, ആ ഒരു വേ ആയിരുന്നു. ഐ തിങ്ക് അത് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ബ്രില്യന്റിൽ ഒരിക്കലും അങ്ങനത്തെ ഒരു ഡയർ സിറ്റുവേഷനിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. ബട്ട് നീറ്റിന് you have to do with what you have. അവിടെ വേറെ നമുക്ക് എന്താ പറയാ റിസോഴ്സസോ വേറെ ഒന്നും ചെയ്യാനില്ല. ആ ഉള്ള സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യാനുള്ളത് മൊത്തം ചെയ്യാം. ഓർഡറിൽ തന്നെ ചെയ്യണം അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നമുക്ക് അറിയാവുന്ന സാധനം ചെയ്യണം. പിന്നെ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻ കണ്ടിട്ട് ഞാൻ പേടിച്ചു പോയി, അയ്യോ ഇത് കിട്ടില്ല എന്ന് വിചാരിച്ചെങ്കിൽ നടക്കില്ലായിരുന്നു തന്നെ. അങ്ങനെയല്ല, എല്ലാ ക്വസ്റ്റ്യൻസും നോക്കണം, പറ്റുന്ന പോലെ തന്നെ ചെയ്യണം. അതെന്റെ അച്ഛനും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു. കിട്ടുന്ന പോലെ എല്ലാം ചെയ്യണം എന്നൊക്കെ പറയുമായിരുന്നു അച്ഛൻ. മോള് നെഗറ്റീവ് മാർക്സിന്റെ കാര്യമൊക്കെ വളരെ ശ്രദ്ധിച്ച് തന്നെയല്ലേ മുന്നോട്ട് പോയിക്കാണ്. കാര്യം ഈ ഒരു എക്സാം ലേറ്റ് ആയി, അതും ഇപ്പൊ ഈ ഒരു ഇങ്ങനെ നമ്മള് ഒരു കൺഫ്യൂസ്ഡ് മൈൻഡിൽ നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മൾ മണ്ടത്തരം കാണിച്ച് അറിയാൻ മേലാത്ത അങ്ങനെ ചെയ്ത് പിന്നെ അത് മാർക്കിനെ ബാധിക്കും അല്ലേ. അപ്പൊ അതൊക്കെ വളരെ കെയർഫുൾ ആയിട്ട് തന്നെയല്ലായിരുന്നു മുന്നോട്ട് പോയത്. കെയർഫുൾ ആയി എന്ന് പറഞ്ഞാൽ ഞാൻ ഫിസിക്സിൽ 15 ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യേണ്ടി വന്നു. സമയം കിട്ടിയില്ലായിരുന്നു ഫുൾ പേപ്പർ ചെയ്യാൻ. 2 ക്വസ്റ്റ്യൻ നെഗറ്റീവ് ഉണ്ട്. എനിക്ക് കൂടുതലും നെഗറ്റീവ് ഒന്ന് കെമിസ്ട്രിയിലായിരുന്നു. ബയോളജിയിൽ ആകെ ഒരു നെഗറ്റീവേ ഉള്ളൂ. അപ്പോൾ ട്രൈ നോട്ട് ടു മേക്ക് നെഗറ്റീവ്. നമ്മളിപ്പോ 1 മാർക്കിന്റെ വില അറിയുന്ന ഈ റാങ്കിന്റെ ഇൻഫ്ലേഷൻ അവിടെയാണ് വ്യത്യാസം വരുന്നത്. ഇപ്പം മോള് തന്നെ ശ്രദ്ധിച്ചാണല്ലോ, ഇപ്പൊ 602 മാർക്കുള്ള കുറച്ച് പേരുണ്ട്. അപ്പൊ അത് ആ സെയിം മാർക്കിൽ വരുമ്പോഴും അതിനനുസരിച്ച് റാങ്കിന്റെ വേരിയേഷൻ വരും അല്ലെ. അപ്പൊ അത് അത്രയും കെയർഫുൾ ആയിട്ട് ഇരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ മോള് ഇപ്പം ഇവിടെ ഇപ്പൊ ബ്രില്യന്റിൽ വന്ന് പഠിച്ച് ഈ ഒരു പ്രാക്ടീസ് മോൾക്ക് ഇങ്ങനെ ഒരു സ്കോറിൽ എത്താൻ എത്രത്തോളം ബ്രില്യന്റിലെ കാര്യങ്ങളൊക്കെ മോളെ ഹെൽപ്പ് ചെയ്തു? എനിക്ക് ശരിക്കും
ശരിക്കും പറയാനുണ്ടായിരുന്നു. കാരണം ഞാൻ +1 +2 പ്രിപ്പയർ ചെയ്ത രീതി അല്ല ഞാൻ റിപ്പീറ്റിന് വന്നപ്പോൾ പ്രിപ്പയർ ചെയ്തത്. ഇവിടെ വന്നപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടുത്തെ റെഫറൻസ് ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ എക്സലൻ്റ് ആണ്. ഒരു ഫുൾ ബെഞ്ചിൽ, അതായത് രാവിലെ 7 മണി, ഞാൻ മാരിഗോൾഡിലായിരുന്നു, അപ്പോൾ കാലത്ത് നേരത്തെ വരായിരുന്നു, ഹോസ്റ്റൽ മാരിഗോൾഡായിരുന്നു. ഞാൻ എല്ലാ ദിവസവും ഒരു 6:50 ആകുമ്പോഴത്തേക്കും ബാഗൊക്കെ പാക്ക് ചെയ്ത് റെഫറൻസിന് വരുമായിരുന്നു. 7 മണി തൊട്ട് ഇരിക്കായിരുന്നു റെഫറൻസിന്. രാവിലെ 7 മണി തൊട്ട് രാത്രി 10 മണി വരെ എല്ലാ ദിവസവും മോഡൽ എക്സാംസിൻ്റെ സമയത്ത് റെഫറൻസിന് ഇരിക്കുന്നു. ഐ ഫീൽ ലൈക്ക് ദാറ്റ് വാസ് റിയലി റിയലി ഗ്രേറ്റ്. കാരണം എനിക്കൊരു പ്രശ്നമുണ്ട്, ഞാൻ ഹോസ്റ്റലിൽ എൻ്റെ ബെഡ് കണ്ട കിടന്നുറങ്ങും. ഐ തിങ്ക് കുറെ പേർക്കുള്ള പ്രശ്നം വീട്ടിൽ നിന്ന് മാറി ഇത്രയും വലിയൊരു പഠനം രാത്രിയിലും രാവിലെ ആയിട്ടിരുന്ന് സീരിയസ് ആയിട്ട് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കട്ടിൽ കണ്ടുകഴിയുമ്പോൾ നമ്മളിങ്ങനെ വിളിക്കുന്നതായിട്ടൊക്കെ തോന്നും ഇല്ലേ? അപ്പൊ അങ്ങനെ ഒരു വിഷയം ഉള്ളതുകൊണ്ടാണോ മോള് നേരെ നമ്മുടെ റെഫറൻസ്? അതെ അതെ അതെ. ഞാൻ അല്ലെങ്കിൽ എനിക്ക് ഉറക്കം കുറച്ച് ഓവറായിരുന്നു. അപ്പോൾ ബ്രില്യൻറ്റിൽ വരുമ്പോഴും ഞാൻ എല്ലാ ദിവസവും ഒരു 7 hours, കുറെ പേര് ഞാൻ കണ്ടിട്ടുണ്ട് 4 hours 5 hours മാത്രം ഉറങ്ങുന്നത്. ഒരു തവണ ഞാൻ ട്രൈ ചെയ്തു 6 hours മാത്രം, അത് നടന്നില്ല എനിക്ക് പറ്റില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ദിവസം 7 hours ഉറങ്ങുന്നു. ഹോസ്റ്റലിലാണെങ്കിൽ പിന്നെ അത് 8.5 hour ഒക്കെ പോവും. അപ്പൊ അത് കാരണം ഞാൻ റെഫറൻസിന് ഇരിക്കുമായിരുന്നു മാക്സിമം. പിന്നെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലല്ലോ റെഫറൻസ് ആകുമ്പോൾ. അങ്ങനെ അപ്പൊ മോൾക്ക് ഏറ്റവും എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഹൈലൈറ്റ് ചെയ്ത് പറയാൻ പറ്റുന്ന റെഫറൻസ് ഫെസിലിറ്റി തന്നെയാണ്. റെഫറൻസ് ഫെസിലിറ്റിയിൽ പോയിട്ട് ബ്രില്യൻറ്റിന്റെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ബുക്ക് കിട്ടും. അത് എടുത്ത് അതിൻ്റെ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യണം. അതിൻ്റെ ബയോളജിയിലത്തെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണം. നല്ല ക്വസ്റ്റ്യൻസ്. ഐ തിങ്ക് ഒരു ഗൈഡിലും ഇത്രയും നല്ല ക്വസ്റ്റ്യൻസ് കിട്ടില്ല. ബയോളജി, വെൻ ഇറ്റ് കംസ് ടു ബയോളജി ഐ ഫീൽ ലൈക്ക് ബ്രില്യൻറ്റിൻ്റെ ടെസ്റ്റ് സീരീസിലത്തെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ദി ബെസ്റ്റ് എന്ന് എനിക്ക് പറയാനുള്ളൂ. എനിക്ക് ബയോളജിയിൽ 351 out of 360 കിട്ടിയിട്ടുണ്ട്. ഐ ഫീൽ ലൈക്ക് എ ഹ്യൂജ് പാർട്ട് ഓഫ് ദാറ്റ് കംസ് ഫ്രം ദ ടെസ്റ്റ് സീരീസ്. പിന്നെ എല്ലാവരും, ഈവൻ പ്രദീപ് സാറും സജിത് സാറും ഞാൻ കാണുമായിരുന്നു എല്ലാ എക്സാമും കഴിഞ്ഞിട്ട്. ജോസഫ് സാറിനെയും കാണുമായിരുന്നു. എപ്പോഴും എൻ്റെ ബയോളജിയുടെ മാർക്കായിരിക്കും കുറവ്. ചിലപ്പോൾ കെമിസ്ട്രിയും ഫിസിക്സും 175 180 ഒക്കെ അടിച്ചു, പക്ഷെ ബയോളജിനാകെ ഒരു 340 ഒക്കെ 340 330 അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. അപ്പം എല്ലാവരും പറയുമായിരുന്നു ബയോളജിയിൽ ഫോക്കസ് ചെയ്യണം. അതും എനിക്കും പറയാനുണ്ട്. എല്ലാവരും ശരിക്കും ബയോളജിനെ ലൈറ്റ് ആയിട്ട് എടുക്കല്ലേ. ഫിസിക്സ് ഇത്തവണ ഡിഫിക്കൽട്ടാന്ന് പറഞ്ഞിട്ട് ഫുൾ ടൈം നമ്മൾ ഫിസിക്സ് പഠിക്കാൻ വെക്കരുത്. എപ്പോഴും നമ്മൾ ബയോളജിക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. നീറ്റ് എന്ന് പറയുന്ന എക്സാമിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സബ്ജക്ട് ഓഫ് കോഴ്സ് ബയോളജി ആണല്ലോ. അപ്പൊ മോള് പറഞ്ഞു എൻ്റെ ഒരു വീക്കസ്റ്റ് സബ്ജക്റ്റും കൂടെ ആയിരുന്നു, പക്ഷെ ആ വീക്കസ്റ്റ് സബ്ജക്റ്റിലാണ് ടോപ്പ് കിട്ടിയത് അല്ലേ? യെസ്. അപ്പൊ ആ ഒരു ഇപ്പം വീക്കായിട്ടിരിക്കുന്ന ഒരു ടോപ്പിക്കിനെ നമ്മൾ പേടിച്ചിരുന്നാൽ പിന്നെയും അത് താഴോട്ട് പോകാനുള്ള ഇതേ ഉള്ളൂ. ആ പേടിച്ചിരുന്ന സബ്ജക്റ്റിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയാലല്ലേ അതിനെ കൂടുതലായിട്ട് പഠിച്ചാൽ പേടി അങ്ങ് പോകും അല്ലേ? അങ്ങനെ മോൾക്ക് അത് ലാസ്റ്റ് ആയപ്പോ അങ്ങനെ തോന്നിയത്. പേടി വെച്ചോണ്ടിരുന്നാൽ നടക്കില്ല, പഠിച്ച് പോയി പേടിയൊക്കെ ഇല്ലാണ്ടാക്കാന്നുള്ളതേ ഉള്ളൂ അല്ലേ? യെസ്. അപ്പം എങ്ങനെയായിരുന്നു ഇപ്പം മോള് ഈ ഒരു ബ്രില്യൻറ്റിലേക്കുള്ളൊരു 1 year റിപ്പീറ്റ് ചെയ്യാന്ന് വെച്ചാൽ +1 +2 കഴിഞ്ഞിട്ട് +1 മോള് പറഞ്ഞു +1 +2 പഠിച്ച പോലത്തെ ഒരു സ്റ്റഡീസേ ആയിരുന്നില്ല, കുറച്ചുകൂടി ഡീപ്പായിട്ട് അല്ലേ നന്നായിട്ട് ഇരുന്ന് പഠിക്കേണ്ട ഒരു ജേർണിയും കൂടി ആയിരുന്നു. അപ്പൊ ത്രൂ ഔട്ട് ഒരു 1 year ഇവിടെ വന്ന് പഠിച്ചു. ഇതാ ഇപ്പം അത് കഴിഞ്ഞിട്ട് 2025 നീറ്റിന്റെ എക്സാം പോയി ഫേസ് ചെയ്തു, ഇത്രയും നല്ലൊരു സ്കോർ വാങ്ങി തിരിച്ചു വന്ന് ഈ ബ്രില്യൻറ്റിൽ ഇപ്പോൾ ഇരിക്കുമ്പോൾ എന്താണ് മോൾക്ക് ആ ഒരു ഫീലിങ്സ്? കാര്യം ഇതിനു മുന്നേ ഇവിടെ വന്ന് ഇരുന്ന ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഈ ഫീലിങ്സ് ആയിരുന്നോ? അല്ല, ഇവിടെ ഇവിടെ വന്നിട്ട് 2 ഡിഫറെന്റ് ഫീലിങ്സ് അല്ലേ? അപ്പൊ ഇപ്പൊ എന്താണ് ആ ഒരു മോൾക്ക് എന്താ ഡിഫറൻസ് തോന്നുന്നത് ഇപ്പോഴത്തെ ആ ഒരു എക്സൈറ്റ്മെന്റ്? ഞാൻ കയറി വന്നപ്പോൾ ഞാൻ ആക്ച്വലി കുറച്ച് പേടിയുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് എങ്ങനെയാണെന്നൊന്നും അറിയാം. ഞാൻ ആദ്യമായിട്ടാണ് ഹോസ്റ്റലിൽ മാറി നിൽക്കുന്നത്. വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അമ്മയ്ക്കൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ വീട്ടുകാർക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ബട്ട് എനിക്ക് അത്രയും ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ ഒരു മാസം കുഴപ്പമില്ല. പിന്നീട് പതുക്കെ കുറച്ച് ടൈറ്റായി തുടങ്ങി. പിന്നെ മാർക്കിൻ്റെ പറ്റിയൊക്കെ നമ്മൾ കൂടുതൽ ആലോചിക്കണമല്ലോ. എനിക്ക് അങ്ങനെ ഞാൻ 700 അങ്ങനെ ഒന്നും ക്രോസ് ചെയ്തിട്ടില്ല കാര്യമായിട്ട്. ഞാൻ ആകെ 2 തവണ എന്തോ 700. ബട്ട് യു ആർ കമ്പീറ്റിംഗ് വിത്ത് ടോപ്പേഴ്സ്, റൈറ്റ്? സോ അതിൻ്റെതായ ഒരു സ്ട്രെസ് എന്തായാലും കാണും. മോഡൽ എക്സാംസിന് സമയമാകുമ്പോഴത്തേക്ക് എന്തായാലും ചെറിയൊരു സ്ട്രെസ് ആണ്. ബട്ട് ഐ ഫീൽ ലൈക്ക് ദാറ്റ് സ്ട്രെസ് ഇസ് എ ഡ്രൈവിംഗ് ഫോഴ്സ് ടു വാട്ട് യു ക്യാൻ ഡു ടു റീച്ച് യുവർ ബെസ്റ്റ്. അത് ശരിക്കും ഒരു ആവശ്യമുണ്ട്. പിന്നെ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി ഡിപ്രസ്ഡ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ ആദ്യം പോകുന്നത് പ്രദീപ് സാറിനെ കാണാനാണ്. പ്രദീപ് സാറിനെ കാണും. അതെ അതെ, ഞാൻ എല്ലാ വീക്ക്ലി എക്സാമും കഴിഞ്ഞ് പ്രദീപ് സാറിനെ കാണാൻ പോകുമായിരുന്നു. സാർ എപ്പോഴും കാണും. സാർ പറയും, സാർ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യും. സജിത് സാറും മോട്ടിവേറ്റ് ചെയ്യും.
ഇടയ്ക്കിടയ്ക്ക് ലാസ്റ്റ് മോഡൽസിന്റെ സമയത്ത് ഞാൻ ജോസഫ് സാറിനെ കണ്ടു. ഡയറക്ടേഴ്സ് ആണെങ്കിലും ക്ലാസ്സിൽ വന്നിട്ട് ക്യാഷ് പ്രൈസ് ഒക്കെ തരുന്ന സമയത്ത് ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിരുന്നു. മോഡൽ എക്സാം ഈ ഫൈനൽ, അതായത് നിങ്ങൾക്ക് കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ജനുവരി തൊട്ട് മോഡൽ എക്സാംസ് സ്റ്റാർട്ട് ചെയ്താണെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ ഈ ഒരു കുറേ മോഡൽ എക്സാംസും എഴുതി അതിൻ്റെ ഒരു അനാലിസിസും ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നമ്മുടെ ഡയറക്ടേഴ്സിൻ്റെ ഒരു എന്താ പറയുക, നിങ്ങൾക്ക് മോട്ടിവേഷനും അതുപോലെ തന്നെ അനാലിസിസിൽ നിങ്ങൾക്ക് എന്തൊക്കെ അതിനകത്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന് തരേണ്ടതെന്ന് ആ ഒരു സമയത്ത് ഒരുപാട് നിങ്ങൾക്ക് പ്രാക്ടീസിൻ്റെ കൂടെ മോട്ടിവേഷന് നിങ്ങൾക്ക് തന്നാണ് ആ ഒരു കുറേ കാലം കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അല്ലേ? അപ്പോൾ ഈ ഒരു മോഡൽ എക്സാം ഒക്കെ മോളെ ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എക്സാംസ് ആയിരുന്നു നിങ്ങൾക്ക് അല്ലേ കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ എന്ത് തോന്നി, ആ ഒരു പ്രിപ്പറേഷനിൽ എങ്ങനെ ഹെൽപ്പ് ചെയ്തു അതൊക്കെ? ഐ ഫീൽ ലൈക്ക് മോഡൽ എക്സാംസ് തുടങ്ങിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മുടെ പൊട്ടൻഷ്യൽ എന്താ, നമ്മുടെ നിലവാരം എന്താന്നൊക്കെ മനസ്സിലാകുന്നത്. കാരണം ഇത്രയും നാള് യു ആർ ഓൺലി കമ്പീറ്റിംഗ് വിത്ത് എ സ്മോൾ നമ്പർ ഓഫ് പീപ്പിൾ. അപ്പോൾ മോഡൽ എക്സാംസ് തുടങ്ങുമ്പോൾ ഇറ്റ്സ് 2-fold or 3-fold the number of people that you are competing with. അപ്പോൾ അവിടെ നല്ലതായിട്ട് റാങ്ക് ഫ്ലക്ച്വേറ്റ് ചെയ്യും, ഇങ്ങനെ ചെറിയ ടെൻഷനൊക്കെ ഉണ്ടാകും. ബട്ട് ഐ ഫീൽ ലൈക്ക് ദാറ്റ്സ് വാട്ട് മോൾഡ്സ് യു. ഇവിടുത്തെ മോഡൽ എക്സാംസിൻ്റെ കൾച്ചർ ഇത്രയും സീരിയസ്നെസ്സിൽ എല്ലാവരും നല്ല സീരിയസ് ആയിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ മോഡൽ എക്സാംസ് എഴുതുന്ന സമയത്ത് നല്ല ആംബിയൻസ് ആയിരുന്നു ക്ലാസ്സിൽ, പിൻ ഡ്രോപ്പ് സൈലൻസും. ഒരു നീറ്റ് എഴുതുന്ന അതേ ആംബിയൻസ് തന്നെ മോൾക്ക് ഫീൽ ചെയ്തോ? നീറ്റ് ഐ ഫീൽ ലൈക്ക് ബ്രില്യൻറ്റിൽ എക്സാം എഴുതുമ്പോൾ ഇറ്റ് ഫെൽറ്റ് മോർ ലൈക്ക് നീറ്റ് ദൻ ദി ആക്ച്വൽ നീറ്റ് എക്സാം. കാരണം ആക്ച്വൽ നീറ്റ് എക്സാമിനൊന്നും ബ്രില്യൻറ്റിൻ്റെ അത്രയും ഇത്രയും നല്ല കാം ആയിട്ടുള്ള ഇത്രയും നല്ല സ്യൂട്ടബിൾ എൻവയൺമെന്റ് ഒന്നും ആക്ച്വൽ എക്സാം സെന്ററിൽ ഉണ്ടായിരുന്നില്ല. അയ്യോ അതുണ്ടായിരുന്നില്ല. എന്നെ ശരിക്കും ടെൻഷൻ എടുപ്പിച്ച് ഇവിടെ എന്നാലും അത് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. അതൊരു മെന്റൽ സ്ട്രെങ്ത് വേണം. പിന്നെ ഇവിടെ വരുമ്പോൾ യു ആർ ആക്ച്വലി ചാലഞ്ചിങ് യുവർ മെന്റൽ സ്ട്രെങ്ത് അലോട്ട് ഇത്രയും. ബട്ട് എന്നാലും ഇറ്റ് ഹെൽപ്സ് യു ബിൽഡ് അപ്പ് യുവർ മെന്റൽ സ്ട്രെങ്ത്. ഓക്കെ. മോൾക്ക് വേറെ ഒരു കാര്യങ്ങൾ ചോദിച്ചോട്ടെ, എങ്ങനെയാണ് ഈ ഒരു ഡോക്ടർ എന്നുള്ള ഒരു ആഗ്രഹം വന്നു തുടങ്ങിയത്? എപ്പോൾ തൊട്ടാണ്? അതിൽ എന്തെങ്കിലും ഇൻസ്പിറേഷൻ ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നു? എനിക്ക് ആക്ച്വലി പണ്ട് അങ്ങനെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ചെറുപ്പത്തിലൊന്നും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ജനിച്ച ആ ഫസ്റ്റ് ഡേ പുള്ളിയുടെ അമ്മ കയ്യിലെടുത്തിട്ട് പറഞ്ഞതാണ് ഇവളെ ഒരു ഡോക്ടർ ആക്കണമെന്ന്. അമ്മമ്മയുടെ ആഗ്രഹമായിരുന്നു അല്ലേ? അപ്പൊ മോളത് മുന്നോട്ടെടുത്തല്ലോ. എങ്ങനെയായിരുന്നു അതിന്റെ ഒരു ജേർണി എങ്ങനെയായിരുന്നു മാം? അതായത് അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാരും അത് മറന്നു. പക്ഷെ എനിക്കന്ന് ഓർമ്മയുണ്ടായിരുന്നു അത് അമ്മ അങ്ങനെ പറയണേ. പിന്നെ അവളൊരു 6th ഒക്കെ ആയപ്പോഴാണ് പിന്നെയും പറഞ്ഞു തുടങ്ങിയ ഡോക്ടർ ആകണം. അതെ അല്ലേ? എനിക്ക് തോന്നുന്നു ആ അമ്മമ്മയുടെ ആഗ്രഹം അത് പിന്നെ നമ്മള് പാരന്റ്സും മോളെ പറഞ്ഞ് പിന്നെ മോൾക്കും ഓക്കെ കൊള്ളാലോ എന്നുള്ളൊരു തോന്നൽ തോന്നി. പിന്നെ ആരും അങ്ങനെ പറഞ്ഞ ഭയങ്കര ഫ്രീ ആയിരുന്നു. ചെറിയ ക്ലാസ്സുകളിലൊക്കെ ഭയങ്കര ഫ്രീ ഗേൾ ആയിരുന്നു അത്ര. അത് കഴിഞ്ഞ് ഇച്ചിരി വലുതായി കഴിഞ്ഞപ്പോഴാണ് പിന്നെ അവള് ഈ ഒരു ഡയറക്ഷനിൽ പോകാൻ തുടങ്ങിയത്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഒരു വേ കൂടെ എനിക്ക് തോന്നുന്നു അച്ഛനും അമ്മയും കൂടെ ഒന്ന് ഗൈഡ് ചെയ്തു അല്ലേ? അപ്പൊ മാമിന് എന്താണ് പറയാനുള്ളത്? മോള് ഇപ്പൊ ഇങ്ങനെ ഒരു സ്കോറിൽ ഇവിടെ എത്തി. അപ്പം എന്ത് തോന്നുന്നു? ഇപ്പൊ വളരെ എനിക്ക് തോന്നുന്നു അമ്മ കൂടുതൽ അടുത്ത് നിന്ന് അല്ലേ, അമ്മയുടെ കരിയർ പോലും മാറ്റി വെച്ച് മോളുടെ കൂടെ നിന്നല്ലേ? അത് പുള്ളിയാ കൂടുതലും ആണോ? എനിക്ക് തോന്നുന്നു അല്ല, രണ്ടുപേരും ഇപ്പൊ മോളുടെ കാര്യത്തിൽ എന്ന് പറയുമ്പോൾ വേറെ ആരുടെയും കാര്യത്തിൽ ശ്രദ്ധ പോവാതെ നിങ്ങൾ രണ്ടുപേരും മോളുടെ കാര്യത്തിൽ ശ്രദ്ധിച്ച് ഇവിടം വരെ എത്തിയിരിക്കുകയാണ്. അപ്പൊ മാമിന് എന്താണ് തോന്നുന്നത്? ഹാപ്പി. മോള് ഹാപ്പി, ഞാൻ ഹാപ്പി. മോളുടെ എന്ത് ഇതാണെങ്കിലും നമ്മൾ ഹാപ്പിയാ അല്ലേ? സാറിന് എന്ത് തോന്നുന്നു? എങ്ങനെയുണ്ട് മോളുടെ ഈ ഒരു സ്കോർ നേടി തിരിച്ച് എന്താ പറയാ, തിരിച്ച് ബ്രില്യൻറ്റിലേക്ക് ഒരു പ്രൗഡായിട്ടുള്ള ഒരു അച്ഛൻ അമ്മ എന്നുള്ള രീതിയിൽ ഇങ്ങോട്ട് വന്നപ്പോൾ എന്ത് തോന്നി? തീർച്ചയായും അതിന് ബ്രില്യൻ ഫാമിലിയോടൊരു അകമഴിഞ്ഞ നന്ദിയാണ് പറയാനുള്ളത്. ഇവിടെ ഓരോ സ്റ്റാഫിനോടും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു നന്ദിയുണ്ട്. ഇവിടുത്തെ ഡയറക്ടേഴ്സ് ആണെങ്കിലും വളരെ നമ്മളോട് വളരെ ശാന്തമായിട്ടും അല്ലെങ്കിൽ നമുക്ക് വേണ്ടി അവരെത്ര തിരക്കിനിടയിലും നമുക്ക് വേണ്ടി സമയം ചിലവാക്കുന്നുണ്ട്. മോള് പറഞ്ഞ പോലെ ഓരോ ടെസ്റ്റിൽ മാർക്ക് ചിലപ്പോൾ കുറയും, ചിലപ്പോൾ അത്യാവശ്യം ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ പ്രദീപ് സാറ്, അതുപോലെ സജിത് സാറ്, പിന്നെ ജോസഫ് സാറ്, ഇവരോടൊക്കെ നമുക്ക് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ആ ഒരു സ്കോറ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരിക്കലും പേടിക്കണ്ട, വർക്ക് ചെയ്താൽ നമുക്ക് കയറി വരാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ സ്റ്റീഫൻ സാറിൻ്റെ എന്നും സാറ് പറയുന്നൊരു കാര്യമുണ്ട്, പാരൻസിനോട് പ്രാർത്ഥിക്കുക. ഏത് സമയത്തും നമ്മൾ ഇങ്ങനൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷന് മക്കൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പെന്നല്ല, കഴിയുമെങ്കിൽ സമയം കിട്ടുമ്പോഴൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം ഒരുപക്ഷെ ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥനയുടെ ഫലം കൊണ്ടായിരിക്കാം അന്നൊരു മനോധൈര്യം ആൾക്ക് കിട്ടുകയും അത് പരീക്ഷ എഴുതാൻ
എഴുതാൻ പറ്റും. ഇറക്കി വിട്ടാൽ ഒരു പക്ഷേ പിന്നെ ആ കുട്ടിക്ക് തിരിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാത്തൊരു അവസ്ഥ വരാം. അപ്പോൾ അതിനൊക്കെ ആ സമയത്തൊരു മനോധൈര്യം കൊടുത്തതും ഇത്രയും ടഫായിട്ടുള്ള പേപ്പർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ധൈര്യം കൊടുത്തതും പ്രാർത്ഥനകളുടെ ഫലമായിരിക്കും. പിന്നെ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ അതിനെപ്പറ്റി പറയുവാണെങ്കിൽ ഞാൻ കണ്ടേക്കുന്നതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ തന്നെയാണ്. നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒരു അസ്വസ്ഥതയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കുട്ടിക്ക് ഉണ്ടായാൽ ഇവിടെ അതിനുള്ള മെഡിക്കൽ കെയർ ഫെസിലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ പാരൻസിന് വിശ്വസിച്ച് ധൈര്യമായിട്ട് ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിൽ കൊണ്ടുവന്ന് മക്കളെ ഏൽപ്പിക്കുകയും പിന്നീട് നമുക്ക് വേണമെങ്കിൽ PTA മീറ്റിംഗ് ക്ലാസ് ടീച്ചേഴ്സിനായിട്ട് അവരും നമുക്ക് വേണ്ടി സമയം കണ്ടെത്തുകയും ഏത് സമയത്തും നമുക്ക് നമ്മളുടെ അടുത്ത് കുട്ടി ഇല്ലെങ്കിൽ പോലും നമ്മളുടെ അടുത്തുള്ള പോലെ തന്നെ ഫീൽ ചെയ്യുകയും ചെയ്യും. അത് ബ്രില്യൻറ്റിൽ അതിനു വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ഉണ്ട്. അപ്പോൾ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിൻ്റെ ഇതുവരെയുള്ള വിജയത്തിൻ്റെ ഇതൊക്കെ തന്നെ ഘടകങ്ങളാണ്. അത് ഇനിയും തുടരുക തന്നെ ചെയ്യും. ഒരു വിജയിച്ച ഒരു കുട്ടിയുടെ അച്ഛനമ്മമാർ പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് അവരുടെ എക്സ്പീരിയൻസ് ആണ് അല്ലേ, ഞങ്ങളായിട്ട് പറയുന്നതോ ഒന്നുമല്ല. അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്ത മോളുടെ ആ ഒരു വന്ന വേയിൽ എക്സ്പീരിയൻസ് ചെയ്ത ഫേസ് ചെയ്ത കാര്യങ്ങളാണ് ഇപ്പോൾ സാറ് ഡിസ്കസ് ചെയ്ത്. അതുപോലെ തന്നെ സാറ് പറഞ്ഞു തന്നു ഇപ്പം ഇവിടുന്നുള്ള ഒരു ത്രൂ ഔട്ടിലായിട്ടുള്ള ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു വിളിച്ച് കോൺടാക്ട് ചെയ്യണ്ടായിരുന്നു. മോള് വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് മാറി നിൽക്കുന്നതുമാണ് ഇല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും ഒക്കെ നമുക്ക് വീട്ടുകാർക്ക് സ്വാഭാവികമായിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഇല്ലാതെ ഇവിടുന്ന് കോൺടാക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ മോളുടെ പഠിത്തത്തിൻ്റെ കാര്യങ്ങളും ഹോസ്റ്റലിലാണല്ലോ എല്ലാ കാര്യങ്ങളും ഒക്കെ വിളിച്ച് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ? തീർച്ചയായും. ഇവിടെ ഓരോ ടെസ്റ്റുകൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ടെസ്റ്റിൻ്റെ റിപ്പോർട്ടുകൾ നമുക്ക് ആപ്പ് വഴി ഞങ്ങൾക്ക് അറിയാം. ടെസ്റ്റിൻ്റെ അന്ന് തന്നെ വൈകുന്നേരം, എനിക്കറിയില്ല ഇത്രയധികം കുട്ടികളുടെ റിസൾട്ട് അന്ന് തന്നെ പബ്ലിഷ് ചെയ്യുകയും അതിനെ ഒരു അവലോകനം, അതിൻ്റെ കൂടെ തന്നെ പാരൻസിന് ഒരു സംശയങ്ങൾ ചോദിച്ചാൽ അതിന് ഉത്തരം പറയാനായിട്ട് സജിത് സാറും പ്രദീപ് സാറും എല്ലാ സെഷൻസിലും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് D ബ്ലോക്കാണ്. A ബ്ലോക്കിൽ എനിക്ക് അത്ര അറിയില്ല, അതും A ബ്ലോക്കിൽ അവരുടേത് അത് വേറെ ഉണ്ടാവും. അപ്പോൾ ഈ D ബ്ലോക്ക് എസ്പെഷ്യലി ഞാൻ പറയുന്നത് എനിക്കിവിടെ കണ്ട ഒരു അനുഭവം വെച്ചിട്ട് നമുക്ക് അപ്രോച്ചബിൾ ആയിട്ടുള്ള ക്ലാസ് ടീച്ചർ, അപ്രോച്ചബിൾ ആയിട്ടുള്ള കോർഡിനേറ്റേഴ്സ്, പിന്നെ എന്തെങ്കിലും കൗൺസിലിംഗ് നമുക്ക് വേണം, മെൻ്റൽ കൗൺസിലിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ കോർഡിനേറ്റേഴ്സ് തന്നെ നമ്മളെ ആദ്യം മോട്ടിവേറ്റ് ചെയ്യും. കൗൺസിലേഴ്സിൻ്റെ അടുത്ത് പോലും എത്തേണ്ടി വരില്ല. അതിന് മുമ്പ് തന്നെ നമ്മളെ പോസിറ്റീവായിട്ട് നമുക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നുണ്ട് എത്ര ഇതിനിടയിൽ. അപ്പോൾ അവരോടൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു ഇതാണ്. അത്രയും നമുക്കൊരു ധൈര്യം തന്നത് ഓരോ തവണയും നമുക്കൊരു 2-3 months കഴിഞ്ഞപ്പോൾ ശരിക്കും ഇവിടെ ഞങ്ങൾ റെഗുലറായിട്ട് വരേണ്ട ആവശ്യം തന്നെ ഇല്ലയെന്ന് വരെ തോന്നി തുടങ്ങിയായിരുന്നു. അപ്പോൾ എല്ലാത്തിനും സപ്പോർട്ടായിട്ടുണ്ട്. പിന്നെ ക്ലാസ് ടീച്ചർ അരുൺ സാറ് പറയുന്നത് സ്പെഷ്യലായിട്ട് പറയേണ്ടത് വീക്ക്നെസ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ വീക്ക്നെസ് അറ്റാക്ക് ചെയ്യാനായിട്ട് നേരത്തെ, അതൊരു ഒക്ടോബറൊക്കെ ആയപ്പോഴേ പറഞ്ഞു സാറ് ഫോളോ അപ്പ് ഇതാണ് മാർക്ക് പാറ്റേൺ, ഫിസിക്സ് കെമിസ്ട്രി മാത്രം ഫോക്കസ് ചെയ്യരുത്, ബയോളജിയിൽ പിടിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇത്തവണ അതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു മോൾക്ക് ആ ഒരു വീക്ക് പോയിന്റ് സാറ് തിരിച്ചറിഞ്ഞ് ഇപ്പം ഇത്രയും കുട്ടികളുടെയും എല്ലാവരുടെയും കാര്യങ്ങളും നോക്കി ഓരോ കുട്ടികളുടെയും വീക്ക്നെസ് എവിടെയാണെന്ന് കണ്ട് അതിനെ അവരെ വിളിച്ച് അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഇപ്പം മോൾക്ക് ആ ഒരു ശ്രദ്ധ, ആ ഒരു ബയോളജിയുടെ കാര്യം സാറ് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് മോൾ ആ സമയത്ത് അതൊന്ന് മോളുടെ ആ ഒരു പാറ്റേൺ മാറ്റി ചിന്തിച്ച് ആ ഒരു ബയോളജിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പോയത് അല്ലേ? അത് അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ട് തന്നെയാണ് മോൾക്ക് ഇത്രയും നല്ലൊരു സ്കോറും. തീർച്ചയായും ലൈബ്രറി ഫെസിലിറ്റീസും അവിടെ അവൈലബിൾ ആയിട്ടുള്ള ബുക്സും അത് എങ്ങനെ അതിനുവേണ്ടി സമയം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ സാറിൻ്റെ ഒരു അഡ്വൈസ് ഉണ്ടായിരുന്നു. അത് നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ മാത്രം തീരുമാനമെടുത്ത് പോകുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഇത്രയും പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കിട്ടില്ല. അപ്പോൾ അതുപോലെ ക്ലാസ് ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടുണ്ട്, കോർഡിനേറ്റേഴ്സിൻ്റെ സപ്പോർട്ടുണ്ട്, പിന്നെ ഇവിടെ എല്ലാവർക്കും എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ഉള്ളത്. അത് എസ്പെഷ്യലി ഹോസ്റ്റലിലേക്ക് ആദ്യമായി മാറി നിൽക്കുവാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആസ് എ പാരൻറ്റ്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബ്രില്യൻറ്റിൽ കൊണ്ട് ഏൽപ്പിച്ചു. അത് വളരെ നല്ലൊരു തീരുമാനമായി അതിന്റെ ഔട്ട്കം വരികയും ചെയ്തു. ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു, ഞങ്ങൾ പൊന്നുപോലെ നോക്കി ഞങ്ങൾ തിരിച്ചേൽപ്പിച്ചു. അതെ, അത് ഞങ്ങളൊരു വൈറ്റ് കോട്ടും സ്റ്റെത്തും ഇടാൻ പാകത്തിനുള്ള രീതിയിലാണ് തിരിച്ചേൽപ്പിച്ചത്. തീർച്ചയായും അതിന് ഞങ്ങൾക്ക്
എന്ത് തന്നെയാണെങ്കിലും അതിന് ബ്രില്യൻറ്റിനോട് ഞങ്ങൾ എന്നും കടപ്പെട്ടിട്ടുണ്ട്. യെസ്. അപ്പം ഇപ്പം അതായത് ഈ ഇത്രയും ആഗ്രഹത്തോടെ ബ്രില്യൻറ്റിൽ എത്തുന്ന ഏതൊരു വിദ്യാർത്ഥിയെയും പേരൻസിനെയും അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അത് എന്താണെങ്കിലും അതിൻ്റെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് അവരാഗ്രഹിക്കുക, അതിലൊരു കോംപ്രമൈസും നമ്മളിവിടെ ചെയ്യാറില്ല. ഇപ്പം ഒരു കുട്ടിക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ അന്തരീക്ഷവും നൽകി അവർക്ക് ആ ഒരു സാഹചര്യം എല്ലാം കിട്ടുന്നുണ്ടെന്നുള്ളത് നമ്മൾ ഇൻഡിവിജ്വലായിട്ട് മേക്ക് ഷുവർ ചെയ്യും. ഇപ്പോൾ ഹോസ്റ്റലിലാണെങ്കിൽ അങ്ങനെയും. അപ്പോൾ എല്ലാ രീതിയിലും നമ്മൾ വിദ്യാർത്ഥികൾക്കുള്ള ശ്രദ്ധയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. അപ്പോൾ മോൾക്ക് തന്നെ അത് അറിഞ്ഞതുമാണല്ലോ അല്ലേ. ഇനിയിപ്പോൾ മോളുടെ ഇനിയുള്ള പ്ലാൻ എന്താണ്? എനിക്ക് ബ്രില്യൻറ്റിൽ ജോയിൻ ചെയ്തപ്പോൾ തന്നെ ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് വേണമെന്ന് തന്നെ ഉണ്ടായിരുന്നു. ഒരു ടോപ്പ് ഗവൺമെന്റ് കോളേജ്, ഇപ്പോൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജും എയിംസും അങ്ങനത്തെ ഒക്കെ കോളേജസ് പോലത്തെ ഒരു ടോപ്പ് മെഡിക്കൽ കോളേജിൽ തന്നെ കിട്ടണം എന്ന് എനിക്കുണ്ടായിരുന്നു, ഗവൺമെന്റ് സീറ്റ്. ഇപ്പോൾ ഒരു സീറ്റ്, നല്ലൊരു സീറ്റ് തന്നെ നല്ലൊരു സീറ്റ് തന്നെ മോൾക്ക് കിട്ടും. മോൾ ആഗ്രഹിച്ച പോലെ തന്നെ അച്ഛനും അമ്മമ്മയും ആഗ്രഹിച്ച പോലെ തന്നെ എനിക്ക് തോന്നുന്നു അമ്മമ്മയുടെ ആഗ്രഹമാണ് മുൻനിർത്തുന്നത്, പിന്നെയാണ് തോന്നുന്നത്. അപ്പം അമ്മമ്മ ഉണ്ടോ? ഉണ്ട്. അമ്മമ്മ ഭയങ്കര സന്തോഷമായിരുന്നു. ആക്ച്വലി അമ്മമ്മയാണ് വീട്ടുകാരുടെ അടുത്തെല്ലാം പറഞ്ഞത്. എനിക്കാണെങ്കിൽ അമ്മമ്മയുടെ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അമ്മമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്റെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്റെ അച്ഛൻ എഞ്ചിനീയർ ആണ്. അച്ഛൻ വിചാരിച്ചു മേ ബി ഞാനും ഒരു എഞ്ചിനീയറിംഗ് താല്പര്യം എന്ന് ഓർത്തു. അച്ഛന് ആക്ച്വലി എന്റെ ഫാമിലിയിൽ അങ്ങനെ മെഡിസിൻ അങ്ങനെ എടുത്ത ആൾക്കാർ കുറവായി. അച്ഛന്റെ വീട്ടുകാർ ആരും ഇല്ല ശരിക്കും. സോ ഇങ്ങനെയൊക്കെ വരുമ്പോ വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ പോകുന്നു ബയോളജി എടുക്കുന്ന അച്ഛന് വലിയ ഐഡിയ ഉണ്ടായിരുന്നു, അമ്മയ്ക്കും വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നീട് എനിക്ക് ഭയങ്കര ആഗ്രഹമായി കോവിഡിന്റെ സമയത്തൊക്കെ. ഐ ഫെൽറ്റ് ലൈക്ക് I wanted to be a doctor. Seeing all these people working so hard, I was like, okay, I have to. I want to. പിന്നെ അമ്മയുടെ സൈഡ് ഓഫ് ദ ഫാമിലിയിൽ അമ്മയുടെ ഒരു കസിൻ ഉണ്ട്. എനിക്ക് I really respect her. She's a doctor and I really respect her, the way she is, the way she treats her patients. അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു റെസ്പെക്ട്ഫുൾ ജോബായിട്ടാണ് എനിക്ക് തോന്നിയത്. മോർ ദാൻ എ ജോബ്, ഇറ്റ്സ് ലൈക്ക് ഒരു സർവീസ് എന്ന ഓക്കെ. അപ്പോൾ മോളുടെ ആഗ്രഹം പോലെ തന്നെ അമ്മമ്മയുടെ ആഗ്രഹം പോലെ തന്നെ അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ മോളിതാ ഇനിയിപ്പം കുറച്ച് കാലങ്ങൾ കൂടി കഴിഞ്ഞാൽ ഒരു നല്ല ഡോക്ടർ നന്ദിത MS എന്ന് നമുക്ക് കേൾക്കാം അല്ലേ. യെസ്. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ ബ്രില്യൻറ്റ് ഫാമിലിയും എക്സൈറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പം നിങ്ങൾ ശേഷം നിങ്ങളുടെ അലോട്ട്മെൻറ്റും കാര്യങ്ങളാണെങ്കിലും നിങ്ങളിപ്പം ഒരു എൻട്രൻസ് കഴിഞ്ഞു, അതിൻ്റെ എക്സാം കഴിഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ അവിടെയല്ല തീരുന്നത്. നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള അലോട്ട്മെൻറ്റ് അതൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഗൈഡൻസ് ഇനിയാണെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവും. സോ അങ്ങനെ ഒരു പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസിലൂടെ പോയി മോൾക്ക് നല്ലൊരു മെഡിക്കൽ കോളേജിൽ സീറ്റ് കിട്ടാൻ ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ ബ്രില്യൻറ്റ് ഫാമിലി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. വൺസ് അഗെയിൻ കൺഗ്രാജുലേഷൻ. ആൻഡ് ഫാമിലിയോടും താങ്ക് യു സോ മച്ച് ഇത്ര നല്ലൊരു മോളെ ഞങ്ങൾക്ക് തന്നതിനും യെസ് ഇവിടെ വന്നതിനും ബ്രില്യൻറ്റ് ചൂസ് ചെയ്തതിനും മോളെ വൺസ് അഗെയിൻ കൺഗ്രാജുലേഷൻ. യെസ്, താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.